ഇപ്പൊ എവിടെ പോയി തപ്പു നോക്കളിയാ. ഇതാരത്? നമ്മളല്ലേ. എടാ നീ എവിടെ കൊണ്ട് വെച്ചെന്നൊന്ന് ഓർത്ത് നോക്ക്. ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് പരതോ. പ്രിയമുള്ളവരെ, ദമ്പതിമാർ അവതരിപ്പിക്കുന്ന തിരുവാതിര രണ്ടെണ്ണം അടിക്കാൻ പറ്റോ? നീ ഞാൻ അടിക്കോ? ഞാൻ കുറച്ച് അടിച്ചോളൂ. എന്നിട്ടാ ഞാൻ സാധനം എവിടെ? ഞാൻ അതല്ലേ നോക്കുന്നത്. കിടന്ന് ബഹളം വെക്കല്ലേ. ചതിച്ചാ അളിയാ? എന്ത്? നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇത് സുധാകരന്റെ വിളയല്ലേ? സുധാകരന്റെ വിള തന്നെടാ. നീ കാല് മാറ്റ്. അളിയാ അളിയാ, പ്ലാസ്റ്റിക്കിന്റെ ഓരോ ഗുണങ്ങളെ ചവിട്ടി പൊട്ടിച്ചെങ്കിൽ എന്താവുമായിരുന്നു? നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ദമ്പതിമാരുടെ തിരുവാതിര ഇവിടെ ആരംഭിക്കുന്നു. വേഗം വേണം. അടിക്കണമെങ്കിൽ അടിയല്ലേ ഇങ്ങോട്ട്. പോണ വഴിക്ക് അടിക്കാം. പെട്ടെന്ന് പിടിക്കും. മലിക്കല്ലേ എവിടെ കളിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്നു. അമ്മാവനാണെന്നും ഞാൻ നോക്കൂല. മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടിട്ട് ദൈവമേ എത്ര എണ്ണത്തിനെ കൊണ്ടുപോകുന്നു. അതാ തടിയ മുദ്ര തെറ്റിച്ചോണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒന്നിനും ഇടപെടൂലായിരുന്നു. വെറുതെ തന്നെ വെള്ളം അടുപ്പിച്ചതാര്? നിന്റെ അച്ഛൻ ഇതായിരിക്കണം. തെണ്ടിത്തരം പറയരുത്. നിന്റെ അടുത്ത് അടി ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞോടാ. അതിന് ബോധം വേണ്ടേ? അത് നിനക്ക് എപ്പോഴാ ഉള്ളത്? നിങ്ങൾ എന്റെ കൂടെ ഇല്ലാത്തപ്പോ. എന്തായാലും ഗോപാലാണ് ചെയ്തത് ശരിയായില്ല. ആ കമ്മിറ്റിക്കാര് മൊത്തം ഭയങ്കര കലിപ്പില്ല. കമ്മറ്റിക്കാര് തെണ്ടികള്. അവനൊക്കെ പൈസ തട്ടിക്കാൻ വേണ്ടി ഓരോ കള്ള പരിപാടികള്. പട്ടികളെ കാണട്ടെ ഞാൻ. നിങ്ങളുടെ ഈ നശിച്ച കുടികാരണം മനുഷ്യന് നാണം കെടാനേ സമയമുള്ളൂ. നാട്ടുകാർക്കാർക്കും നിങ്ങളെ ഇഷ്ടമില്ല, അറിയാവോ? അത് ശരിയാ. നിങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ മൊത്തം കുഴപ്പങ്ങളാ. നാട്ടുകാര് പട്ടികള്. പോവാൻ പറ. ഈ കുടുംബത്തിലുണ്ടായ ദുരന്തങ്ങൾ കണ്ട് ചിരിച്ചോമാര് ഇപ്പോഴാ ലൂയിസിന്റെ കൂടെ ചേർന്ന് നമ്മളെ പുറത്താക്കാനാ പ്ലാൻ. ഒരു കാര്യം, ഇനി ആരെങ്കിലും കുടിച്ചോണ്ട് ഈ വീട്ടിൽ വന്ന ആ കാല് ഞാൻ തല്ലി ഓടിക്കും. അവസാനം തന്തേ തല്ലി എന്നുള്ള ചീത്തപ്പേര് വരുത്താതിരുന്നാ കൊള്ളാം. വാടാ. എന്താണ് നിന്റെ അച്ഛനും അമ്മാവനും ആയതുകൊണ്ട് പറയല്ല. ഇതുപോലെ 2 ഐറ്റം ഈ ഭൂമി മലയാളത്തിൽ വേറെ കാണും. എവിടെ ചെന്നാലും അടിപിടി തെറിവിടി. കഷ്ടം. ഞാനെന്ത് ചെയ്യാനാടാ? എത്ര പറഞ്ഞാലും മനസ്സിലാക്കാം. മാധവേട്ട ആള് പാവായിരുന്നു അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്റെ മുരുക, ഇവരെ കുടി നിർത്തിയ ഞാൻ തലമുട്ടയടിച്ച് ശൂലം കുത്തായിരുന്നു. അപ്പൊ നീ ഒരിക്കലും മുട്ടയടിക്കാൻ കേട്ടാ. മോനെ പ്രതി, നീ പിണങ്ങണ്ട. നിന്നെ ഒരു കുറ്റവാളിയായി കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിന്റെ അമ്മാവനൊരു തീരുമാനമെടുത്തു. നിന്റെ കല്യാണം കഴിയുന്നത് വരെ ഒരു തുള്ളി മദ്യം ഞാനും നിന്റെ അമ്മാവനും കഴിക്കത്തില്ല. നിന്റെ അമ്മാവനാണ് സത്യം. അയ്യോ,
കുടുംബത്തിന് വേണ്ടി എന്റെ ജീവിതം തൊഴിച്ചു പെണ്ണ് കെട്ടിയില്ല. ഇനി നിനക്കൊക്കെ വേണ്ടി ഞാൻ മദ്യപിക്കാതിരിക്കുക. പോവാ. എന്റെ തലയിലടിച്ച് സത്യം ചെയ്ത എന്റെ മോന. എനിക്ക് പറയാനും ചോദിക്കാൻ ആരും ഇല്ലല്ലോ. എന്റെ തല പൊട്ടിത്തെറിച്ചാലും ആർക്കും ചോദിക്കാനും ഇല്ല. നിന്നോടാ പറഞ്ഞ അവിടെ നിൽക്കാൻ. ഒരു അനാഥ. ഞാൻ പോണു. ഇവിടെ ആരും എനിക്ക് വേണ്ട. എന്നെ വേണ്ട ആർക്കും. ഞാൻ പോണു. ഗോപാലന്റെ എന്ത് ഗോപാലന്? ഇതൊരു വല്ലാത്ത ചെയ്ത്തായി പോയിട്ടാളിയാ. ഭഗവാനാണ് സത്യം. സ്വന്തം മരുമകനായി പോയി. അല്ലെങ്കിൽ അവനെ മുട്ടുകാലിയും കയറ്റിയാലോ. മുട്ടാല് കയറ്റുവാ. എവിടെയാ പോയി കയറ്റി? തന്റെ പെങ്ങളെ ഒരേ ഒരു മോനാണ്, അത് മറക്കണ്ട. കർക്കിടക മാസത്തിൽ പിള്ളേരെ ഉണ്ടാക്കി വിട്ടിരിക്കുന്നു. അളിയ ഇത് മെനക്കെട്ട പണിയാണ്. അവസാനം ചാവാ നേരത്ത് ഒരു തുള്ളി കള്ളും തൊണ്ടൻ ഇറങ്ങാതെ ചാവേണ്ടി വരും. ഇറങ്ങണ്ട. എനിക്ക് വേണ്ടി അങ്ങനെ ആരും ബുദ്ധിമുട്ടണമെന്നില്ല. എന്റെ കൊച്ചിന്റെ കാര്യമല്ലേ, അത് ഞാൻ നടത്തും. അളിയ സങ്കടപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. അളിയൻ പറയും പോലെ അല്ല. ഇപ്പോഴത്തെ പയ്യന്മാരെ പോലെ അവന് ഫേസ്ബുക്ക് ഉണ്ടാ, വാട്സപ്പ് ഉണ്ടാ. ഇതൊക്കെ കാശ് കൊടുത്ത് കിട്ടൂലേ? കിട്ടിയെന്ന് വെച്ചോ. പുന്നാര മോളെ നാളെ വന്ന് നമ്മളെ ഇറക്കി വിട്ട എവിടെ പോവും? നമ്മളെ വഴിയാതാരായി. ഒരു പെണ്ണ് വന്ന് കയറി ആ പെണ്ണിന്റെ ഭാവിയും കൂടെ ഇല്ലാതാക്കണോ? അതിനെ കൂട്ടിയിക്കണോ? പറ, കൂട്ടിയിക്കണോ? പറ. കോവല ഞങ്ങൾക്കാരുമില്ല. ഒരമ്മാവനെന്ന നിലയ്ക്ക് എന്റെ കൊച്ചിന്റെ കാര്യം നീ മുമ്പിൽ നിന്ന് നടത്തി തരൂലേ? നടത്താം. അതിനൊരു കടുകടുത്ത പ്രയോഗമുണ്ട്. നടക്കുമെന്ന് അറിഞ്ഞൂടാ. നടത്താം. അതെന്തളിയാ കടുത്ത കൈ പ്രയോഗം? അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഞാനില്ലേ കൂടെ? നിന്റെ കൊച്ചാണ്, അത് ഓർമ്മ വേണം. മുഖം അളി എന്റെ അല്ലേ? നേരെ ഇരിയടാ. ആശ ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? ഞാൻ മറ്റേ സിനിമയിലായിരുന്നു. എല്ലാം എനിക്കറിയാം. പ്രൈം മിനിസ്റ്റർ എത്ര തവണ ഞാനല്ലേ ഇങ്ങനെ കാക്കി എടുത്തത്. പിന്നെ ഞാൻ പിള്ളേർക്ക് ഇങ്ങോട്ട്. ഇത് കണ്ണിയൊക്കെയാണല്ലേ? ഇത് വായിൽ വെക്കാതെ ഭയങ്കര വിലയിലാണ് പിള്ളേർക്ക്. എടേ അജയ്, ജലദോഷം പിടിപ്പിക്കാ, കേറി പോടാ. ശരിയായി വരുന്നുണ്ട്. നീ അരവിന്ദ സ്വാമി കേട്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇപ്പൊ കാണിച്ചുതരാം. കൊള്ളാം. ഇത് വലിയ മാറ്റമൊന്നുമില്ലല്ലോ ആശാനെ. വെളുത്താ മാമ. വാ. അമ്മാവൻ നിന്നെ നോക്കി നടപ്പുണ്ട്. നടക്കട്ടെ, എനിക്കെന്തേ? ചെന്ന് ചാടിക്കൂടും. പിന്നെ അനന്തു, നീ എന്താ ധ്യാന കേന്ദ്രം ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയത്? ഞാൻ വേറെ ഗ്രൂപ്പിന്റെ അഡ്മിനാടാ. ഓഹോ, ഏത് ഗ്രൂപ്പ്? മാളവാട്ടി. എന്നെയും കൂടെ ആഡ് ചെയ്യട്ടെ. നീ നിന്റെ ആധാർ കാർഡൊക്കെ കൊണ്ടുപോവാ, നമുക്ക് ആലോചിക്കാം. ഇപ്പൊ തരാട്ടാ. നീ എന്റെ ഗ്രൂപ്പിലല്ലേ? ഗ്രൂപ്പിൽ നിന്നാണ് ലെഫ്റ്റ് ആയണ്ടല്ലേ? എല്ലാ ഗ്രൂപ്പിലും ഒരു സാധനം തന്നെ വരും. ഫേസ്ബുക്ക് പറയിക്കാം. രാവിലെ ഇറങ്ങിക്കോളും. നീയാണ് എല്ലാത്തിനും കാരണം. ഒരു തുള്ളി ചായ അടിക്കാൻ പറ്റാതാക്കിയത്. എടാ, ഇവനെ കൊണ്ട് പെണ്ണ് കിട്ടിപ്പിക്കണോ? നിനക്കെന്താ നിർബന്ധം? ഞാൻ എന്തോ ഇത്? എടാ, ഇവന് പെണ്ണ് കിട്ടുന്നതിൽ കുറച്ച് പരിമിതികളുണ്ട്. അതൊക്കെ മറികടന്നാലേ ഇവന് പെണ്ണ് കിട്ടുള്ളൂ. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓരോരുത്തരും വരും. അതൊക്കെ മറികടന്നിട്ടാണല്ലോ നിങ്ങൾ മൂന്ന് കിട്ടിയത്. എടാ, എന്റെ കേസ് വിട്. എനിക്ക് ഒന്നിലൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ പെണ്ണ് കിട്ടാത്തത്. മാമൻ കാര്യം എന്താന്ന് പറ. എടാ, കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതിലൊന്ന്, പെണ്ണ് കാണാൻ പോകുമ്പോൾ നിന്നെക്കാളും കാണാൻ കൊള്ളാവുന്ന ഒരുത്തനെ കൂടെ കൊണ്ട് പോവരുത്. 2, മിച്ചറും ലഡുവും കൊണ്ട് വെക്കുമ്പോൾ ആക്രാന്തത്തോടെ വാരി വലിച്ച് കഴിക്കരുത്. പിന്നെ മെയിൻ കാര്യം, പെണ്ണ് ചായമായിട്ട് വരുമ്പോൾ ഇന്നേ വരെ പെണ്ണിനെ കണ്ടിട്ടില്ലാത്തവനെ പോലെ എന്ന് വായും പൊളിച്ചിരിക്കരുത്. അതൊക്കെ പെട്ടെന്ന് ഏതുവരെ പഠിച്ച്? 8 വരെ. എന്താ അഭിമാനത്തോട് പറയുന്ന നോക്കിയാണ്. 8ാം ക്ലാസ് വരെ ജയിച്ച കഷ്ടം.
കാണാനും കൊള്ളൂല. നടത്തുവാണെങ്കിൽ അത് ഇങ്ങനെ. ഇപ്പൊ പഠിത്തവും ഇല്ല. ഹോ. പഠിത്തത്തെ കുറിച്ച് ചേട്ടൻ കൂടുതലൊന്നും പറയണ്ട. ഏ? നിങ്ങൾ 5ാം ക്ലാസ് വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. എടാ അനിയ, ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചെങ്കിൽ എന്ത്, ഞാനെന്ത് തോറ്റോ? എടാ 5ാം ക്ലാസ് ഞാൻ ജയിച്ചു. പിന്നെ 18ാമത്തെ വയസ്സിൽ കുട്ടി നിക്കറിട്ട് ഫ്രണ്ട് ബെഞ്ചിൽ ചെന്ന് ഇരുന്നപ്പോ ടീച്ചർ എന്തോ കണ്ടിട്ട് എന്നെ പറഞ്ഞു വിട്ട്. അല്ലാതെ ഞാൻ തോറ്റൊന്നുമല്ല. ടീച്ചർ എന്ത് കണ്ടതാന്തോ ഇപ്പോഴും പിടിയിട്ടില്ല. ഇതെങ്കിലും ആ പന്ന ലൂയിസ് മുടക്കാതിരുന്നാ മതിയായിരുന്നു. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ഡോണ്ട് വറി. അല്ല, നാളെ നമ്മൾ എപ്പോഴാ പോകുന്നത്? നീയും പറഞ്ഞ? ഓ ഓ, എന്റെ പൊന്നനിയാ വരുമ്പോ മുഖത്ത് കുറച്ച് കരിവാരി തേച്ചിട്ട് വരണേ. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരു ഹെൽമെറ്റ് എങ്കിലും തലയിൽ വെച്ചിട്ട് വാ. എന്ത് ചെയ്യൂന്ന് പറ. അപ്പോഴും നമ്മള് ഞാൻ ഏത് ജന്മത്തിൽ ചെയ്ത പാവോടാ ഈ ജന്മം നിന്റെ അമ്മാവനായിട്ട് ജനിച്ചത്. മനുഷ്യനെ കൊല്ലാൻ വേണ്ടി ഓരോരുത്തർ ജനിക്കും. അറിയോ, ഒരു തുള്ളി ചാറേ ഞാൻ കുടിച്ചിട്ടില്ല. മനുഷ്യന്റെ വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടി. അങ്ങോട്ട് പോ. അല്ല വേണ്ട, ആ വയലിൽ പോയി കൊക്കിനെ